നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് ശബരിമലയിൽ സ്വർണ്ണമോഷണം നടന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം നടത്തിയാൽ മാത്രമേ യഥാർത്ഥ കള്ളന്മാരെ പുറത്തുകൊണ്ടുവരാൻ സാധിക്കൂ എന്നും ഉണ്ണിത്താൻ. മഞ്ചേശ്വരം വോർക്കാടി കൊടലമുഗറു സുള്യാമയിൽ വൻ കഞ്ചാവ് വേട്ട. 116 കിലോ കഞ്ചാവും മിനി ലോറിയും പിടികൂടി. ധർമ്മസന്ദേശ യാത്രയ്ക്ക് തിരിതെളിഞ്ഞു. യാത്രയുടെ ഉദ്ഘാടനം കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിൽ നടന്നു. സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. സാവക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ മാർച്ചും കുത്തിയിരിപ്പ് സമരവും സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശൻ വർണ്ണ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിലോട്ട് തരിശിട്ട വയലുകൾ ഉൾപ്പെടെ 12 ഏക്കറിലെ നെൽകൃഷിയിൽ 100 മേനി വിളവ്. മാതൃകയായി കർഷക കൂട്ടായ്മ. പോഷൺമ തൃക്കരിപ്പൂരിൽ കൊതിയൂറും വ്യത്യസ്ത വിഭവങ്ങൾ ഒരുക്കി അംഗനവാടി ഹെൽപ്പർമാർ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് ശബരിമലയിൽ സ്വർണ്ണമോഷണം നടന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംഭവത്തിൽ പങ്കില്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോട് രാജി ആവശ്യപ്പെടണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഉണ്ണിത്താൻ. പിണറായി പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്നും കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം നടത്തിയാൽ മാത്രമേ യഥാർത്ഥ കള്ളന്മാരെ പുറത്തുകൊണ്ടുവരാൻ സാധിക്കൂ എന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയുടെ അറിവ് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2019-ലെയും 2022-ലെയും മഹസ്സർ പരിശോധിച്ചിട്ടാണ് ഈ സ്വർണം മോഷണം പോയ വിവരം ഹൈക്കോടതി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഈ വിവരങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അയ്യപ്പ ഭക്തനായ എനിക്കോ അയ്യപ്പനിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്കോ അതൊരു കാരണവശാലും വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് ഈ രക്തത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പങ്കില്ലെങ്കിൽ അടിയന്തരമായി അദ്ദേഹം ദേവസ്വം മന്ത്രിയോട് രാജി ആവശ്യപ്പെടണം. മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അദ്ദേഹം പുറത്താക്കണം. 2019-ലെയും 2022-ലെയും മഹസറിൽ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന് കണ്ടുപിടിച്ചിട്ട് പോലും വീണ്ടും ഉണ്ണികൃഷ്ണൻ തന്നെ ഈ ജോലി ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ കള്ളനെ കാവലേൽപ്പിക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ്. പവിത്രമായ ശബരിമലയിൽ നിന്നും കിലോ കണക്കിന് തൂക്കമുള്ള സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെ കാണാതായ സംഭവത്തിലെ കുറ്റക്കാരായ മുഴുവൻ പേരെയും മുഖം നോക്കാതെ നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്ന് ചെറുവത്തൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മൈച്ച രാജീവ് ഭവനിൽ നടന്ന കൺവെൻഷൻ മഹിളാ കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് C. ശ്യാമള ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് K. മീര അധ്യക്ഷത വഹിച്ചു. DCC അംഗം CV ഭാവനൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് DM സുകുമാരൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വല്ലി രാമകൃഷ്ണൻ, KP ശ്രീജ, MV കൃഷ്ണൻ, K. സുരാജ്, PV കാർത്യായനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മഞ്ചേശ്വരം വോർക്കാടി കൊടലാമുഗുറു സുള്യാമയിൽ വൻ കഞ്ചാവ് വേട്ട. 116 കിലോ കഞ്ചാവും മിനി ലോറിയും പിടികൂടി. ഒരു ഷെഡിൽ 4 ചാക്കുകളിലാക്കി സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതം. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വോർക്കാടി കൊടലാമുഗുറു സുള്യാമയിൽ വൻ കഞ്ചാവ് വേട്ട. 116 കിലോ കഞ്ചാവാണ് ഇവിടെ നിന്നും പിടികൂടിയത്. സുള്യാമയിലെ ഒരു ഷെഡിൽ 4 ചാക്കുകളിലാക്കി സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന മിനി ലോറി ഷെഡിനു സമീപത്ത് നിർത്തിയിട്ട നിലയിലായിരുന്നു. ഈ മിനി ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് കാസർഗോഡ് ASP നന്ദഗോപൻ, മഞ്ചേശ്വരം ഇൻസ്പെക്ടർ E. അനൂപ് കുമാർ, SI KR ഉമേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പോലീസ് സംഘത്തിൽ ഡ്രൈവർ പ്രഗോദ്, CPO മോസ്മി എന്നിവരും ഉണ്ടായിരുന്നു. സംഭവത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മൂല്യച്യുതിക്കും അധാർമികതയ്ക്കുമെതിരെ മാർഗദർശക മണ്ഡല നേതൃത്വത്തിൽ സന്യാസി ശ്രേഷ്ഠർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്രയ്ക്ക് തിരിതെളിഞ്ഞു.
ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച മംഗലാപുരം കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ യാത്രാദീപം തെളിയിച്ചു. യാത്രയുടെ ഉദ്ഘാടനം കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിൽ നടന്നു. സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. മംഗലാപുരം കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്നും തിരിതെളിഞ്ഞു പുറപ്പെട്ട യാത്രയിൽ കർണാടകയിലെ മാനില മോഹൻദാസ് സ്വാമി ഉൾപ്പെടെയുള്ള സ്വാമിമാർ തലപ്പാടി അതിർത്തി വരെ ഭാഗമായി. ദീപവുമായി പുറപ്പെട്ട സന്യാസിമാർക്ക് കേരളാതിർത്തി തലപ്പാടിയിൽ ഉപ്പള കൊണ്ടേവൂർ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. രാത്രിയോടെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ദീപം എത്തിച്ചു. തുടർന്ന് രാവിലെ 9-ന് മധൂരിൽ നിന്നും ദീപവുമായി സന്യാസി വര്യർ, ക്ഷേത്ര ഭാരവാഹികൾ, സമുദായ നേതാക്കൾ, ഗുരുസ്വാമിമാർ എന്നിവർ ചിന്മയ വിദ്യാലയത്തിലെത്തി. 10 മണി മുതൽ ചിന്മയ വിദ്യാലയ CBC ഹാളിൽ ഹൈന്ദവ നേതൃസമ്മേളനം നടന്നു. ഉച്ചയ്ക്ക് കറന്തക്കാട് നിന്നും 100ഓളം സന്യാസി വര്യരെ മുത്തുക്കുട വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ താളിപ്പടപ്പ് മൈതാനത്തേക്ക് ശോഭയാത്രയായി സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് ധർമ്മസന്ദേശയാത്രയുടെ ഉദ്ഘാടനം നടന്നു. ಎಡನೀರ್ ಮಠಾಧಿಪತಿ ಸಚ್ಚಿದಾನಂದ ಸ್ವಾಮಿ ಉದ್ಘಾಟನೆ ನಿರ್ವಹಿಸಿದರು. ಅವೆಲ್ಲ ಈಗ ನಮ್ಮ ಆಚರಣೆಗಳು, ನಮ್ಮ ನಂಬಿಕೆಗಳು, ನಮ್ಮ ಧಾರ್ಮಿಕ ಅರಿವುಗಳಿಂದ ನಾವು ವಿಮುಖರಾಗ್ತಾ ಇದ್ದೇವೆ. ಅದರಲ್ಲೂ ನಮ್ಮ ಯುವ ಸಮಾಜ ಬೇರೆ ಬೇರೆ ರೀತಿಯ ಸಾಮಾಜಿಕ ಪಿಡುಗುಗಳಿಂದ. പരിപാടിയിൽ കോളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയും മാർഗദർശൻ മണ്ഡൽ സംസ്ഥാന അധ്യക്ഷനുമായ സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് മാത്രമേ നിലനിൽപ്പുള്ളുവെന്നും അതിന് തയ്യാറാകാത്തവർ ചവിട്ടിമെതിക്കപ്പെടുമെന്നും മാർഗനിർദ്ദേശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷനും കോളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. സ്വന്തം സമ്പത്തിന്റെ, സ്വന്തം മഹിമയുടെ ഓർമ്മ നമ്മുടെ സമാജത്തിന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ യാതൊരു സന്ദേഹവും വേണ്ട, എല്ലാ മേഖലകളിലും സമുന്നതമായ പദത്തിലേക്ക് ഉയർന്ന് ലോക ഗുരു പദത്തിലേക്ക് ഭാരതം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. ജുന അഗാഡയിലെ മഹാമണ്ഡലേശ്വർ സ്വാമി, അവദേശാനന്ദഗിരി മഹാരാജ്, ഉപ്പള കൊണ്ടയൂർ മഠാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതി, സത്യസ്വരൂപാനന്ദ സ്വാമി, വിവിക്താനന്ദ സ്വാമി, സാധു വിനോദ്, തത്വാനന്ദ സരസ്വതി സ്വാമി, വേദാമൃതാനന്ദ ചൈതന്യ, ബ്രഹ്മകുമാരി വിജയലക്ഷ്മി, മധുസൂദന അയ്യർ, ബ്രഹ്മചാരിണി ദിശ ചൈതന്യ തുടങ്ങിയവർ സംസാരിച്ചു. സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശയാത്ര വിവിധ ജില്ലകളിൽ പര്യടനത്തിന്റെ ഭാഗമായി ധാർമ്മിക മഹാസംഗമം സംഘടിപ്പിക്കും. 21-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും കുത്തിയിരിപ്പ് സമരവും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശൻ വർണ ഉദ്ഘാടനം ചെയ്തു. രാത്രി 10 മണിക്ക് ശേഷം മൈക്രോഫോൺ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന നിയമം പിൻവലിക്കുക, ക്ഷേമനിധി പെൻഷൻ 5000 വർദ്ധിപ്പിക്കുക, 60 വയസ്സിന് മുകളിലുള്ള കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗങ്ങളാകാൻ വീണ്ടും അവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും കുത്തിയിരിപ്പ് സമരവും സംഘടിപ്പിച്ചു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശൻ വർണ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷററും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ ഉമേഷ് എം സാലിയാൻ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം ജീൻ ലെവിനോ മൊണ്ടേറോ, നരസിംഹ ബളാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ദിവാകർ പി, ഭാരതി ബാബു, ദയാപ്രസാദ്, മോഹിനി കോപ്പൽ, പവിത്രൻ പട്ടേന, മധു ബംഗളം, നാരായണ ഷെട്ടി, മോഹൻ ബളാൽ, വാസു ബയാർ, ഹരികാന്ത് സാല്യൻ സംസാരിച്ചു. MM ഗംഗാധർ സ്വാഗതവും ചന്ദ്രഹാസ് കയാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള AAWKയുടെ നേതൃത്വത്തിൽ വാഹനങ്ങളുടെ റീടെസ്റ്റ് ഫീസ് വർധനവിനെതിരെ കേരളത്തിലെ ജില്ലാ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. Let's
ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയിലും അനുബന്ധ മേഖലകളിലും തൊഴിൽ ചെയ്യുന്നവരുടെ ജീവിതം ഇന്ന് ഭീഷണിയിലാണെന്നും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലെത്തിയവർ സാധാരണക്കാരെ മറന്ന് വൻകിട കുത്തകകൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയാണെന്നും പഴയ വാഹനങ്ങൾക്ക് 50% നികുതി വർദ്ധിപ്പിച്ചതും 15 വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ റീടെസ്റ്റിംഗ് ഫീസ് കുത്തനെ കൂട്ടിയതും അതിനുദാഹരണമാണെന്നും അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഭാരവാഹികൾ പറഞ്ഞു. ഇതിൻ്റെയെല്ലാം ഫലമായി കടക്കെണിയും തൊഴിൽ നഷ്ടവുമാണ് ഉണ്ടാകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് നീതിക്കും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ജില്ലാ ഭരണസിരാകേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. വിദ്യാനഗർ ജംഗ്ഷനിൽ നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഇത് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ വാഹന ഉപഭോക്താക്കൾക്കും വലിയൊരു ആഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ പബ്ലിക്കും അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്നവരും തീർച്ചയായും ഞങ്ങളുടെ ഈ തൊഴിൽ മേഖല സംരക്ഷിക്കുന്നതോടും നിങ്ങളുടെ വാഹനവും നിങ്ങളുടെ കുടുംബത്തെയും ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം കഴിയുന്ന ഒരു വ്യക്തി ഈ 600 രൂപ കൊടുത്തിട്ടാണ് ഇതുവരെ റീടെസ്റ്റ് നടത്തിയിരുന്നത്. ഇപ്പൊ അത് 2500ഓളം ആക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കേന്ദ്രം നടപ്പിലാക്കുന്ന ഏതൊരു പദ്ധതിയും ആദ്യം നടപ്പിലാക്കി എന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇവിടുത്തെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ അന്യ സംസ്ഥാനത്തേക്ക് പോയി വലിയ ചുരുങ്ങിയ ചെലവിൽ ആ വാഹനം അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു. മറിച്ച് കേരളത്തിലെ സ്ഥിതി അതാണോ? 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള നികുതികൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ കേരള സർക്കാരിന്റെ തീരുമാനത്തിൽ നിന്ന് തീർച്ചയായും അവർ പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി ദേവിദാസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്രലാൽ സുനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ, യൂസ്ഡ് വെഹിക്കിൾസ് ജില്ലാ പ്രസിഡന്റ് നൌഫൽ, AAWK ജില്ലാ ട്രഷറർ മനോഹരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രകാശൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലയിലെ 13 യൂണിറ്റ് ഭാരവാഹികൾ, മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യുവദമ്പതികളുടെ ചേതനയേറ്റ ശരീരങ്ങൾ എത്തിയപ്പോൾ കണ്ണീർ കടലായി കടമ്പാർ. നിരവധി പേരാണ് മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കുവാനെത്തിയത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ബന്ധുക്കളും നാട്ടുകാരും അജിത്തിനും ശ്വേതയ്ക്കും യാത്രാമൊഴിയേകി. കഴിഞ്ഞ ദിവസം വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ കടമ്പാറിലെ അജിത് ശ്വേത ദമ്പതികളുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചപ്പോൾ നാടൊന്നാകെ വേദന നിറഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ മംഗളൂരു വെൻലോക്ക് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. വീട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുമ്പോൾ നാടൊന്നാകെ ഒഴുകിയെത്തിയിരുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വേദനയിൽ തേങ്ങലടക്കുവാനാകാതെയാണ് പലരും അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിയത്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ബന്ധുക്കളും നാട്ടുകാരും അജിത്തിനും ശ്വേതയ്ക്കും യാത്രാമൊഴിയേകിയത്. അജിത്തും ഭാര്യ ശ്വേതയും കഴിഞ്ഞ ദിവസമാണ് വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. 3 വയസ്സുള്ള മകനെ ബന്ദിയോടുള്ള അജിത്തിൻ്റെ സഹോദരിയുടെ വീട്ടിലാക്കി തിരിച്ചെത്തിയ ശേഷമാണ് ഇരുവരും വിഷം കഴിച്ചത്. ഗുരുതര നിലയിൽ ദേർലക്കട്ടയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുവരും മരണത്തിന് കീഴടങ്ങിയത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം കടമ്പാറിൽ യുവ അധ്യാപികയും ഭർത്താവും മരിച്ചതിന് പിന്നിൽ ബ്ലേഡ് മാഫിയാണെന്ന സംശയത്തെ ബലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കടമ്പാറിലെ പെയിന്റിംഗ് തൊഴിലാളിയായ അജിത്, വോർക്കാടിയിലെ സ്കൂളിലെ അധ്യാപികയായ ഭാര്യ ശ്വേത എന്നിവരെ കഴിഞ്ഞ ദിവസമായിരുന്നു വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബ്ലേഡ് മാഫിയയുടെ ഭീഷണി താങ്ങാനാകാതെയാണ് ഇരുവരും ജീവനൊടുക്കിയതെന്ന പരാതിയുമായി ബന്ധുക്കളും അയൽവാസികളും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മഞ്ചേശ്വരം കടമ്പാറിൽ യുവ അധ്യാപികയും ഭർത്താവും മരിച്ചതിന് പിന്നിൽ ബ്ലേഡ് മാഫിയയാണോ എന്ന സംശയത്തെ ബലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്.
കടമ്പാറിലെ പെയിന്റിംഗ് തൊഴിലാളിയായ അജിത്, വർക്കാടിയിലെ സ്കൂളിലെ അധ്യാപികയായ ഭാര്യ ശ്വേത എന്നിവരെ കഴിഞ്ഞ ദിവസമായിരുന്നു വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബ്ലേഡ് മാഫിയയുടെ ഭീഷണി താങ്ങാനാകാതെയാണ് ഇരുവരും ജീവനൊടുക്കിയതെന്ന പരാതിയുമായി ബന്ധുക്കളും അയൽവാസികളും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇവരുടെ ഈ ആരോപണത്തെ ശരിവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു സ്ത്രീ സ്കൂട്ടറിൽ ഇരിക്കുകയും രണ്ടാമത്തെ സ്ത്രീ ശ്വേതയെ കയ്യേറ്റം ചെയ്യുന്ന രംഗങ്ങളുമാണ് ദൃശ്യങ്ങളിലുള്ളത്. വീട്ടിനടുത്ത് വെച്ചാണ് സംഭവം നടന്നതെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ സ്കൂട്ടറിൽ എത്തിയവർ ആരാണെന്ന കാര്യം വ്യക്തമല്ല. കയ്യേറ്റം ചെയ്തവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. 3 വയസ്സുള്ള മകനെ ബന്ദിയോടുള്ള അനിലിൻ്റെ സഹോദരിയുടെ വീട്ടിലാക്കി തിരിച്ചെത്തിയ ശേഷമായിരുന്നു അജിത്തും ശ്വേതയും വിഷം കഴിച്ചത്. ഗുരുതര നിലയിൽ ദേർലക്കട്ടയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുവരും മരണത്തിന് കീഴടങ്ങിയത്. കുടുംബം ഒരു സഹകരണ ബാങ്കിൽ നിന്നും 3 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. അതിൻ്റെ തിരിച്ചടവ് എല്ലാ മാസവും കൃത്യമായി നടത്തി വരുന്നുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ ബ്ലേഡ് മാഫിയയിൽ നിന്നും വാങ്ങിയ പണത്തിൻ്റെ തിരിച്ചടവും കനത്ത പലിശയും ഇവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. ഈ മാസത്തെ വൈദ്യുതി ബില്ലും കേബിൾ കണക്ഷൻ്റെ തുകയും ഇവരുടെ പ്രയാസം കണ്ടറിഞ്ഞ് അയൽവാസികളായ കുടുംബമായിരുന്നു അടച്ചത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് മഞ്ചേശ്വരം പോലീസ് അറിയിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ പടന്ന എടച്ചക്കൈ പാലത്തിനടുത്ത് കാറിടിച്ച് സ്കൂട്ടർ താഴ്ചയിലേക്ക് തെറിച്ചു വീണ് യുവാവിന് പരിക്ക്. എടച്ചക്കൈ പടന്ന പ്രധാന റോഡിലെ നടന്ന അപകടത്തിൽ സ്കൂട്ടർ ഓടിച്ച നിർമ്മാണ തൊഴിലാളിക്കാണ് പരിക്കേറ്റത്. വലിയപറമ്പ് മാവിലാക്കടപ്പുറത്തെ കല്ലുകെട്ട് തൊഴിലാളി PP വിനീഷിനാണ് കൈക്കും ഷോളറിനും പരിക്കേറ്റത്. IT കൊക്കാക്കടവ് ഭാഗത്തു നിന്നും എടച്ചക്കൈ പാലത്തിനരികിലേക്ക് വരികയായിരുന്ന സ്കൂട്ടറിന്റെ പിന്നിൽ എടച്ചക്കൈ പള്ളി ഭാഗത്തു നിന്നെത്തിയ ഉദിനൂർ സ്വദേശിയുടെ കാർ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറും വിനീഷും എടച്ചക്കൈ പാലത്തിനരികിലെ കുറ്റിക്കാട്ടിൽ 10 അടിയോളം താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ വിനീഷിനെ പടന്നയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചന്ദേര പോലീസ് സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തരിശിട്ട വയലുകൾ ഉൾപ്പെടെ 12 ഏക്കറിൽ 100 മേനി നെൽകൃഷി വിളയിച്ചെടുത്ത് കക്കുന്നം തലിച്ചാലം പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷക കൂട്ടായ്മ. തൃക്കരിപ്പൂർ താലിച്ചാലത്തെയും മുച്ചിലോട്ട് ക്ഷേത്ര പരിസരത്തെയും വയലുകളിലായി വിവിധ നെല്ലിനങ്ങളാണ് മികച്ച വിളവ് നൽകിയത്. തൃക്കരിപ്പൂർ കക്കുന്നം തലിച്ചാലം പാടശേഖര സമിതി നേതൃത്വത്തിലുള്ള കർഷക കൂട്ടായ്മയാണ് തലിച്ചാലത്തെയും മുച്ചിലോട്ട് ക്ഷേത്ര പരിസരത്തെയും 10 ഏക്കർ വയലിൽ 1ാം വിള നെൽകൃഷി കൊയ്ത്തുത്സവം നടത്തിയത്. യന്ത്രമുപയോഗിച്ച് ഞാറ നടുകയും കൊയ്ത്ത് നടത്തുകയും ചെയ്തു. ഇതിനായി നാടൻ ഇനങ്ങളും ഉൾപ്പെടുന്ന ജ്യോതി, പൗർണമി, മട്ടത്രിവേണി നെൽവിത്തുകളാണ് കർഷക കൂട്ടായ്മ ഉപയോഗിച്ചത്. തലിച്ചാലം വയലിൽ നടന്ന യന്ത്രവൽക്കരണ കൊയ്ത്തിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് K. സജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം KNV ഭാർഗവി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം AK. സുജ മുഖ്യാതിഥിയായിരുന്നു. പാടശേഖര സമിതി പ്രസിഡന്റ് VM. ബാബുരാജ്, സെക്രട്ടറി TV. ഹരീഷ്, K. രഘുനാഥ്, TV. ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിൽ പിന്നെ നമ്മളെ നാടൻ വിത്തിനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ നമ്മളെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പുതിയ സ്കീമുകളുണ്ട്. പിന്നെ ട്രഡീഷണൽ വെറൈറ്റി, അതായത് രാജകീയമായ വിത്ത്, പിന്നെ നമ്മളെ തവൻ, തവളക്കണ്ണൻ, അതുപോലെ അരിക്കരായി എന്നീ പിന്നെ നാടൻ നെൽവിത്തനങ്ങൾ പിന്നെ നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് അത് അടുത്ത പ്രാവശ്യത്തേക്ക് ആ വിത്ത് പിന്നെ നമ്മൾ വിതക്കാൻ ഉപയോഗിക്കാനും. ഉർമിസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൊതിയൂറും വ്യത്യസ്ത വിഭവങ്ങൾ ഒരുക്കി അംഗനവാടി ഹെൽപ്പർമാർ. വനിതാ ശിശുവികസന വകുപ്പ് നീലേശ്വരം ICDS അഡീഷണൽ നേതൃത്വത്തിൽ നടത്തിവരുന്ന പോഷൺമയുടെ ഭാഗമായാണ് തൃക്കരിപ്പൂരിൽ പോഷകാഹാര പ്രദർശനം നടത്തിയത്. തൃക്കരിപ്പൂർ, വലിയപറമ്പ്, പടന്ന, പിലിക്കോട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ 104 അംഗനവാടികളിലെ ഹെൽപ്പർമാരുടെ നേതൃത്വത്തിലാണ് കൃത്യമായ പോഷകാഹാരത്തിലൂടെ ആരോഗ്യമുള്ള ശരീരത്തെ ഒരുക്കിയെടുക്കുക എന്ന ലക്ഷ്യവുമായി പോഷൺമ പോഷകാഹാര ദർശനം നടത്തിയത്. കൃത്രിമ നിറമോ ചേരുവകളോ ചേർക്കാതെ ന്യൂട്രിമിക്സ് ഇനങ്ങളായ വെജിറ്റബിൾ പുലാവ്, പ്രഥമൻ, കേക്ക്, കുംസ്, ആവിയപ്പം, 13 തരം ഇലക്കറികൾ, മറ്റ് പോഷണമൂല്യമുള്ള ഇനങ്ങൾ എന്നിവ പ്രദർശനത്തിലെത്തിച്ചിരുന്നു. ഇതിനൊപ്പം അംഗനവാടിയിലെ പുതുക്കിയ പ്രകാരമുള്ള ബിരിയാണി, കൊഴുക്കട്ട എന്നിവയും ഹെൽപ്പർമാർ രുചിയോടെ തയ്യാറാക്കി എത്തിച്ചിരുന്നു. ഇതിന്റെ മുന്നോടിയായി ബോധവൽക്കരണ ക്ലാസും നടന്നു.
തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന പോഷൺ മാ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഭക്ഷണം കുട്ടികൾക്കൊന്നും വേണ്ട. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി വേണ്ടത് ഇതിനാവശ്യമായ ബോധവൽക്കരണമാണ്. അപ്പോൾ തീർച്ചയായും ഒരു അംഗൻവാടിയിൽ വെച്ച് അംഗൻവാടി ടീച്ചറോ അല്ലെങ്കിൽ അംഗൻവാടി ആയോ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായും അവരുടെ മനസ്സിൽ തറച്ചു വെക്കും. അപ്പോൾ അതിനാവശ്യമായ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ വി സുനിത അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസർ ഇ കെ ബിജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി, പഞ്ചായത്ത് അംഗം ഇ ശശിധരൻ, പി രജിത, കെ വി ഗിരിജ, കെ ശോഭ, പി ശ്രുതി എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ കോയങ്കോര ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ നിത്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. റുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ നേട്ടങ്ങൾ കൈവരിച്ചവരെ ഇടയിലക്കാട് പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രം നേതൃത്വത്തിൽ അനുമോദിച്ചു. ഗാന്ധിയൻ പ്രവർത്തകനും റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ കെ വി രാഘവൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത തലങ്ങളിലെ ഉന്നത വിജയം സ്വന്തമാക്കിയ ഇടയിലക്കാട് ഗ്രാമപഞ്ചായത്തിലെ 25-ൽ പരം വിദ്യാർത്ഥികളെയാണ് പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രം നേതൃത്വത്തിൽ അനുമോദിച്ചത്. ഇടയിലക്കാട് മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം ഹാളിൽ നടന്ന അനുമോദന യോഗം റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊക്കെ കുഴിയിൽ പെടുത്തുന്ന ടൈപ്പ് ചുറ്റുപാടും മാഫിയകൾ ഉണ്ടാവുന്നുണ്ട്. മഷി മയക്കുന്ന സാധനമില്ലേ, അതിന് പോലും ലഹരിയുണ്ട്. സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് എം ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രധാന അധ്യാപിക കെ പി സരോജിനി, ടി വി ലക്ഷ്മണൻ, പി രാജൻ, സി ജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകം കല്യോടൻ വലിയ വീട് തറവാട് കുടുംബസംഗമം നടന്നു. ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകം കല്യോടൻ വലിയ വീട് തറവാട് കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. അഖില കേരള യാദവ സഭ സംസ്ഥാന പ്രസിഡന്റ് കെ ശിവരാമൻ മേസ്ത്രി ഉദ്ഘാടനം ചെയ്തു. ഒരു വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നിട്ട് ഇന്നിപ്പോ ചുരുങ്ങി 1-2 ആളുകളായി മാറിയിരിക്കുകയാണ് എല്ലാ കുടുംബത്തിലും. അപ്പോൾ അത്രയും പ്രവർത്തനത്തിൽ ഇതുപോലുള്ള ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്ന വലിയ കാര്യമാണ്. കാരണം എന്നിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ കുടുംബത്തിൽ കൂടി ഒരുപാട് കാര്യം ഈ കുടുംബത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് പത്രം എടുത്ത് നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ മയക്കുമരുന്നിൻ്റെയും മറ്റും അടിമകളാകുന്ന ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ള ഒരു കൂട്ടായ്മയിൽ കൂടി ഈ തറവാടിൽ കൂടി വേണം ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി. കേവലം ഒരു കളിയാട്ടം മാത്രം നടത്തിയാൽ പോരാ, കുടുംബത്തിൻ്റെ ഭദ്രത കൂടി നോക്കാൻ നമ്മുടെ തറവാട് തന്നെ തയ്യാറാവണം. എന്നിരുന്നെങ്കിൽ ഇത്തരം കൂട്ടായ്മയിൽ കൂടി അവർക്കൊരു വിശ്വാസം നമ്മൾക്കുണ്ടാവും, തറവാട്ടിൽ കൂടി ഉണ്ടാവുള്ളൂ. വിദ്യാഭ്യാസപരമായി ഒരുപാട് ആളുകൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ തറവാടിലുണ്ട്. അവരൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് കുട്ടികളെ എത്തിക്കൊണ്ട് മാസത്തിൽ ഒരു ക്ലാസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല നിലയിലെത്താൻ വേണ്ടി ഉപകരിക്കും. കല്യോട്ട് ഭഗവതി ക്ഷേത്രം കഴകം സ്ഥാനികന്മാർ ദീപം തെളിയിച്ചു. തറവാട് പ്രസിഡന്റ് കെ അശോകൻ അധ്യക്ഷത വഹിച്ചു. കഴകം സ്ഥാനികന്മാരെയും കർമ്മികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കേരള പുരക്കളി അക്കാദമി ഗുരുപൂജ പുരസ്കാരം ലഭിച്ച കഴകം പണിക്കർ കല്യോടൻ വലിയ വീട്ടിൽ നാരായണ പണിക്കരെ ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കെ ബാലചന്ദ്രൻ പ്രഭാഷണം നടത്തി. തറവാട് സെക്രട്ടറി പി കെ സത്യനാരായണൻ, കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കല്യോട്ട്. മഹോത്സവത്തിനായുള്ള അന്നദാനത്തിന് വിഷരഹിത പച്ചക്കറി ശേഖരണത്തിന് വിത്തിറക്കി. രാവണേശ്വരം കോതോളുംകര ദുർഗാഭഗവതി ക്ഷേത്ര ആഘോഷ കമ്മിറ്റി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ പച്ചക്കറി വിത്തിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2025 ഡിസംബർ 21 മുതൽ 31 വരെയാണ് മഹോത്സവം നടക്കുന്നത്.
രാവണേശ്വരം കോതോളംകര ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ 2025 ഡിസംബർ 21 മുതൽ 25 വരെ നടക്കുന്ന നവീകരണ കലശത്തിന്റെയും ഡിസംബർ 28 മുതൽ 31 വരെ നടക്കുന്ന ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെയും അന്നദാനത്തിന്റെ ആവശ്യത്തിലേക്കായി വിഷരഹിത പച്ചക്കറി ശേഖരിക്കുന്നതിനായി രാവണേശ്വരം കുന്നുപാറയിലെ 2.5 ഏക്കർ സ്ഥലത്ത് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി വിത്തിടൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നടന്നു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ പച്ചക്കറി വിത്തിറക്കിക്കൊണ്ട് വിത്തിടൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തെയ്യംകെട്ട് മഹോത്സവത്തിന് ഇത്തരത്തിലുള്ള പച്ചക്കറി ആയാലും നെൽകൃഷി ആയാലും അവിടെയുള്ള മാതൃസമിതിയും അതോടൊപ്പം തന്നെ ആ നാട്ടിലെ ജനങ്ങളൊക്കെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ഇന്ന് ഒരുപാട് കൃഷി ഇറക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട്. അപ്പൊ ആ ഒരു കളിയാട്ടത്തിന് നമുക്ക് ആവശ്യമായ അരിയായാലും പച്ചക്കറി ആയാലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ വിഷരഹിത പച്ചക്കറിയാണ് നമ്മൾ ഇന്നിവിടെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് ക്യാൻസർ പേഷ്യന്റിന്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പഴയ കാലങ്ങളിൽ കുറച്ച് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പച്ചക്കറി ഇറക്കി അതാണ് നമ്മളൊക്കെ ഭക്ഷിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. വിഷരഹിത പച്ചക്കറിക്ക് അത്ര കണ്ട് തന്നെ പ്രോത്സാഹനം നമുക്ക് കൊടുക്കാനും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ സേവനങ്ങളും മറ്റു സഹായങ്ങളും പിന്തുണകളൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നായാലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നാലും ഇതിനകം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വീടുകളിൽ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ പ്രോത്സാഹനം നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ അവരവർക്ക് ആവശ്യമായ പച്ചക്കറികൾ, ജൈവ പച്ചക്കറികൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് അവർക്ക് ഭക്ഷിക്കുന്നതിനാവശ്യമായ നടപടികളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അതിലുപരി തന്നെ നമുക്ക് ഈ പുതുതലമുറ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളിൽ നിന്നാണ് ഇതിന്റെ ഒരു പാഠം നമ്മൾ കുട്ടികൾ പഠിച്ച് മുന്നോട്ട് വരുന്നത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ കുഞ്ഞിക്കേളു നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ സന്തോഷ് കുമാർ ചാലിൽ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ പി മിനി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ, ക്ഷേത്രം പ്രസിഡന്റ് എൻ അശോകൻ നമ്പ്യാർ, വർക്കിംഗ് ചെയർമാൻ അനീഷ് ദീപം, കർഷക അവാർഡ് ജേതാവ് കെ വി രാഘവൻ, തണ്ണോട്ട് മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് നാരായണൻ ചരളിൽ, കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം സെക്രട്ടറി പ്രമോദ് ചിരക്കാൽ, മാക്കി വിഷ്ണുമൂർത്തി ക്ഷേത്രം പ്രസിഡന്റ് എ രാജൻ മക്കാക്കോട്ട്, വർക്കിംഗ് ചെയർമാൻ എ തമ്പാൻ മക്കാക്കോട്ട്, ആഘോഷ കമ്മിറ്റി ട്രഷറർ കെ വി പ്രവീൺ കുമാർ, സാമ്പത്തിക കൺവീനർ കെ വി കുഞ്ഞിരാമൻ തണ്ണോട്ട്, കർഷകൻ പി ഗണേശൻ, മാതൃസമിതി പ്രസിഡന്റ് ഉഷ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ വി വി ഗോവിന്ദൻ സ്വാഗതവും വിഷരഹിത പച്ചക്കറി ഇൻചാർജ് എം രമണി വയലപ്രം നന്ദിയും പറഞ്ഞു. മഹോത്സവത്തിന് ആവശ്യത്തിലേക്കുള്ള മുഴുവൻ പച്ചക്കറികളും ക്ഷേത്രത്തിന് സമീപമുള്ള വിവിധ സ്ഥലങ്ങളിൽ നാട്ടുകാരുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ കൃഷി ചെയ്ത് ശേഖരിക്കുവാനാണ് ആഘോഷ കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ലയൺസ് ക്ലബ് മാനസികാരോഗ്യ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമ്പലത്തറ 3-ാം മൈൽ പേരൂരിലുള്ള മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രം സ്നേഹാലയത്തിലാണ് ക്ലാസ് നടന്നത്. ഹോസ്ദുർഗ് ലയൺസ് ക്ലബ്ബ് മാനസികാരോഗ്യ വാരാചരണത്തിന്റെ ഭാഗമായി അമ്പലത്തറ 3-ാം മൈൽ പേരൂരിലുള്ള മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രം സ്നേഹാലയത്തിൽ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പരിപാടി റീജിയണൽ ചെയർപേഴ്സൺ നാസിർ കൊളവയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ മാനസികാരോഗ്യ വാരം അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് 4 മുതൽ 12 വരെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിങ്ങൾ സ്നേഹാലയം അതിനെ കുറിച്ച് അവരെ കുറിച്ച് സഹായിക്കാൻ അവരൊക്കെ കണ്ട് കാണാനും ഇതിൽ ക്ലാസ് ബന്ധപ്പെടാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഏതായാലും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതൊക്കെ നിങ്ങൾക്ക് വന്ന പാടിയൊക്കെ നടന്നു ചുറ്റി കണ്ടു. ഇത് നന്നായിട്ട് ട്രസ്റ്റികൾ നന്നായിട്ട് അച്ഛനത്തിൽ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനാണ്, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഏതായാലും ഞങ്ങൾ കൂടുതലൊന്നും ഡോക്ടർ ഫാദർ ജോസ് പെരിങ്ങാരപ്പള്ളി മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പരിപാലിക്കുന്നവർക്ക് ക്ലാസ് എടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് എൻ വിനോദ് കുമാർ അധ്യക്ഷനായി. മുൻ പ്രസിഡന്റ് ടി പത്മനാഭൻ, ട്രഷറർ ടി പി ദിനേശൻ, ആസിഫ് മെട്രോ, രാമകൃഷ്ണൻ കൊത്തിക്കാൽ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി കെ ശ്രീധരൻ സ്വാഗതവും സ്നേഹാലയം ഡയറക്ടർ ബ്രദർ ഈശ്വദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മേള രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സിന് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി.
4 ദിവസങ്ങളിലായാണ് ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഏതൻസിൽ ആരംഭിച്ചു. ശൈത്യകാല ഒളിമ്പിക്സ് ഉണ്ട്, വേനൽക്കാല ഒളിമ്പിക്സ് ഉണ്ട്. 4 വർഷത്തിൽ 2 വർഷം വീതമായി നടക്കുന്ന ആ ഒളിമ്പിക്സിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന സ്കൂളിലെ ഒളിമ്പിക്സ് അതേ രൂപത്തിലും ഭാവത്തിലുമാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒളിമ്പിക്സിന് ആദ്യത്തെ നടപടി മാർച്ച് പാസ്റ്റാണ്. പിന്നെ രണ്ടാമത് ദീപശിഖ പ്രയാണമാണ്. പിന്നെ പതാക ഉയർത്തലാണ്. ഒളിമ്പിക്സിൻ്റെ എന്തെല്ലാം നടപടികളുണ്ടോ ആ നടപടിക്രമങ്ങൾ അതേപടി പാലിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ അന്താരാഷ്ട്ര നിലവാരമുള്ള കായിക താരങ്ങളാക്കി മാറ്റാൻ സ്കൂളുകളിൽ ഒളിമ്പിക്സ് അതേപടി പകർത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. വിദ്യാഭ്യാസത്തിന് ആത്യന്തികമായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ, ആദർശശുദ്ധിയുള്ള, അർപ്പണബോധമുള്ള, സ്വാശ്രയശീലം തങ്ങളിലും ജനങ്ങളിലും വളർത്തിയെടുക്കാൻ കഴിയുന്ന, കായികവും മാനസികവുമായി പരിശീലനം സിദ്ധിച്ച സേവന സന്നദ്ധമായ ഒരു തലമുറയെ വാർത്തെടുത്ത് ആ തലമുറയിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം, പൈതൃകം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം, ഇന്ത്യയുടെ പവിത്രമായ ഭരണഘടന, അതിൻ്റെയൊക്കെ കാവലാളന്മാരായി നാളുകളിൽ അത് കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു തലമുറയെ വാർത്തെടുക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. ധ്യാൻചന്ദ് പുരസ്കാര ജേതാവ് KC ലേഖ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ K വേണുഗോപാലൻ നമ്പ്യാർ ഉപഹാര സമർപ്പണം നടത്തി. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത, കൊടുമ്പളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജ, കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ, പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ്, കാഞ്ഞങ്ങാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പ്രഭാവതി, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ N അശോക് കുമാർ, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ കുസുമ ഹെഗ്ഡെ, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് EV ജയകൃഷ്ണൻ, കാഞ്ഞങ്ങാട് DEO രോഹിൻ രാജ്, ഹോസ്ദുർഗ് BPC സനൽകുമാർ വെള്ളുവ, ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ അരവിന്ദാക്ഷൻ CV, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുമ P, ഇന്റർനാഷണൽ വോളി റഫറി TV അരുണാചലം, ഹൈസ്കൂൾ HM ഫോറം കൺവീനർ അബ്ദുൾ ബഷീർ MA, പ്രൈമറി HM ഫോറം കൺവീനർ രാജീവൻ പാലായി എന്നിവർ സംസാരിച്ചു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വേണുനാഥൻ N സ്വാഗതവും ഹോസ്ദുർഗ് AEO K സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് ശബരിമലയിൽ സ്വർണ്ണമോഷണം നടന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം നടത്തിയാൽ മാത്രമേ യഥാർത്ഥ കള്ളന്മാരെ പുറത്തുകൊണ്ടുവരാൻ സാധിക്കൂവെന്നും ഉണ്ണിത്താൻ. മഞ്ചേശ്വരം വോർക്കാടി കൊടലമുഗറു സുള്യാമയിൽ വൻ കഞ്ചാവ് വേട്ട. 116 കിലോ കഞ്ചാവും മിനി ലോറിയും പിടികൂടി. ധർമ്മസന്ദേശ യാത്രയ്ക്ക് തിരിതെളിഞ്ഞു. യാത്രയുടെ ഉദ്ഘാടനം കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിൽ നടന്നു. സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. സാവക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ മാർച്ചും കുത്തിയിരിപ്പ് സമരവും സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശൻ വർണ്ണ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിലോട്ട് തരിശിട്ട വയലുകൾ ഉൾപ്പെടെ 12 ഏക്കറിലെ നെൽകൃഷിയിൽ 100 മേനി വിളവ്. മാതൃകയായി കർഷക കൂട്ടായ്മ. പോഷൺമ തൃക്കരിപ്പൂരിൽ കൊതിയൂറും വ്യത്യസ്ത വിഭവങ്ങൾ ഒരുക്കി അംഗനവാടി ഹെൽപ്പർമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.